ഹായ് ഗായ്സ്, എല്ലാവർക്കും വണക്കം. ഈ ഈ ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് ആൾ ഒരു ക്യൂ നെറ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഓൺലൈൻ, അതിൽ ഇത്ര ലക്ഷം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരുപാട് കടകൾ അത് ഇത് എന്ന് പറഞ്ഞ് ആളുകളെ പ്രലോഭിപ്പിച്ച് അതിലേക്ക് 4-5 ലക്ഷങ്ങൾ കടപ്പിക്കുന്നുണ്ട്. അടച്ചിട്ട് ഇവരെ പേരിൽ അവിടെ കട ഇവിടെ കട, വിദേശത്ത് ഇങ്ങനെ പോകാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് കുറവ്, അങ്ങനെ ഒരുപാട് ഓഫറുകൾ കൊടുത്തിട്ട് ഇവരെ കയ്യിലുള്ള ലക്ഷങ്ങൾ വാരി കൂട്ടി വെച്ചിട്ട് ഇവരെ നൈസായിട്ട് തൊഴിച്ചൊഴിവാക്കുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുണ്ട്. അപ്പോൾ എനിക്കിപ്പം അറിഞ്ഞൊരു സംഭവം, നമ്മളെ കുറച്ച് ഫ്രണ്ട്സുകൾ ഈ ഒരു ഓൺലൈൻ തട്ടിപ്പ് കുടുങ്ങി പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഓൺലൈനിൽ വരുമാനം ഉണ്ടാക്കുന്നവർ അവർ പതിയെ ഇരുന്ന്, അതായത് മിണ്ടാതെ ഇരുന്ന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് പെട്ടു എന്ന് കാണുമ്പോൾ, ക്യാഷ് നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പം ബാക്കിയുള്ളവരെ കാശും കൂടി അവർ നഷ്ടപ്പെടുത്താൻ നോക്കും, പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അതിലേക്ക് പൈസ ഇടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഓൺലൈനിൽ രക്ഷപ്പെട്ടവർ മിണ്ടാതിരുന്ന് അവരവരെ കാര്യങ്ങൾ ചെയ്യും. അല്ലാത്തവരാണെങ്കിലും പെട്ടവരാണെങ്കിലും പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിലൊന്നും പെടാതെ സൂക്ഷ്മതയോടെ ക്യാഷ് കൈകാര്യം ചെയ്ത് നിൽക്കുക. അല്ലാതെ ഇങ്ങനത്തെ ഓൺലൈനിൽ പോയി പൈസ നിക്ഷേപിച്ചിട്ട് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഇത്ര മാസം ഇത്ര വരുമാനം, ഇത്ര ആളെ ചേർത്ത് ഇത്ര ഇൻകം, ഇതൊക്കെ പറഞ്ഞ് പ്രലോഭനമാണ്. അല്ലാതെ ക്യാഷ് കൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടം കിട്ടില്ല, നിങ്ങളെ ക്യാഷ് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓൺലൈൻ തട്ടിപ്പുമായി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഓരോ ബാഗും തൂക്കിയിട്ടും ഇങ്ങോട്ടാക്കിയിട്ടും ടൈ കെട്ടിയിട്ടും, എന്താ പറയുക, ഒരിക്കലും കാണാത്തൊരു വസ്ത്രരീതി ആയിരിക്കും അവർ ധരിച്ചിരിക്കുക. നമ്മളൊരിക്കലും സ്വപ്നം കാണാത്തൊരു രീതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അവനവൻ്റെ ക്യാഷും അവനവനെ തന്നെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പ്രലോഭനങ്ങൾ ഒരുപാടുണ്ടാവും, അതിൽ വീഴാതെ നിങ്ങൾ സുരക്ഷിതമായിട്ട് നിങ്ങൾ ക്യാഷ് കൈകാര്യം ചെയ്യും. അപ്പം ഓർക്കുക, ഓൺലൈൻ ബിസിനസ്സുമായി വരുമ്പോൾ ഒറ്റ എന്താ പറയുക വാക്കേ ഉള്ളൂ, എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഓൺലൈനിലോ എന്താ വെച്ചാൽ ചെയ്ത് ജീവിക്കാൻ പറ്റും, എനിക്കതിന് താല്പര്യമില്ല എന്നൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഒഴിവാകുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഓൺലൈൻ തട്ടിപ്പുകാർ വരുമ്പോൾ ശ്രദ്ധിക്കുക.